കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് 2 വെബ് സീരീസ് മലയാളത്തിലും തമിഴിലുമായിട്ട് സ്ട്രീം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മലയാളത്തിലും തമിഴിലുമായിട്ടാണ്. ഒന്ന് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ, 2 സുഴൽ വോർട്ടെക്സിന്റെ സീസൺ 2. അപ്പോൾ ഈ 2 വെബ് സീരീസും കണ്ടു. അപ്പോൾ കണ്ടപ്പോൾ തോന്നിയ അനുഭവമാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളും ഈ വീഡിയോ മുഴുവനായി ഒന്ന് കാണാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമന്റ് ചെയ്യാൻ മറക്കരുത്. ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ, ഇതിന്റെ ഒരു ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഒരു രസം തോന്നി. അങ്ങനെയാണ് ഈ ഒരു സീരീസിലോട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ലവ് അണ്ടർ കൺസ്ട്രക്ഷനിലേക്ക് വരികയാണെങ്കിൽ, വിനോദ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതൊരു പ്രവാസിയാണ്. അപ്പം അങ്ങനെയുള്ള വിനോദിന്റെ ചേട്ടനാണ് പത്മനാഭൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പത്മനാഭൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് ഒരു ഫോൺ വേണമെന്ന് പറയുകയും അങ്ങനെ വിനോദ് ഫോൺ കൊടുക്കാമെന്ന് പറയുന്നു. അപ്പോൾ നീ എന്നാ ഒരു കാര്യം ചെയ്യും, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോളുണ്ട്, നമുക്ക് അവിടെ കൊടുത്തു വിടാമെന്ന് പറഞ്ഞു. ഗൗരി എന്ന് പറഞ്ഞ കഥാപാത്രമാണ്. അങ്ങനെ വിനോദ് ഗൗരിയെ കാണാൻ പോവുകയും ഈ ഫോൺ കൊടുക്കുകയും തുടർന്ന് ഇരുവരും കമ്പനിയാവുകയും പിന്നീട് അങ്ങോട്ടുണ്ടാകുന്ന ഒരു പ്രണയവുമാണ് കഥ മുന്നോട്ട് പോകുന്നത്. പക്ഷേ അങ്ങനെ ഇരിക്കെ വിനോദിന്റെ ജോലി അങ്ങ് പോകുന്നു, ദുബായിലുള്ള ജോലി പോകുന്നു. തുടർന്ന് വിനോദും ഗൗരിയും കൂടെ ആലോചിച്ച് നാട്ടിലേക്ക് വരികയാണ്. അങ്ങനെ ഈ നാട്ടിലേക്ക് വരുമ്പോൾ ഇവരുടെ പ്രണയം മുന്നോട്ട് പോകുന്നുണ്ട്. തുടർന്നുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്, അതായത് ഈ പ്രണയത്തിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു വെബ് സീരീസ് മുന്നോട്ട് പോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നായക കഥാപാത്രമായ നീരജ് മാധവ് ഉണ്ടെങ്കിൽ നായകനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ വെബ് സീരീസ് കണ്ടിട്ട് നിങ്ങൾ തന്നെ പറയും. പക്ഷെ കയ്യടി കൊണ്ടുപോകുന്ന മൊത്തം അജു വർഗീസിന്റെ പത്മനാഭൻ പപ്പേട്ടൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ. എനിക്കൊന്ന് ഈ അടുത്തുള്ള ഒരു അജു വർഗീസിന്റെ സിനിമകൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ബെസ്റ്റ് ക്യാരക്ടർ എന്ന് പറയാവുന്ന എടുത്തു പറയാവുന്ന ഒരു കഥാപാത്രമാണ് പത്മനാഭൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലിസി എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്ത പെൺകുട്ടിയായാലും മനോഹരമായിട്ടുണ്ട്. കരിക്കിൻ്റെ ഒരു വെബ് സീരീസിൽ കണ്ടിട്ടുണ്ടായിരുന്നു, മനോഹര കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ആനന്ദ് ചെയ്ത കഥാപാത്രമാണെങ്കിലും ഗംഭീരമായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളൊന്നുമില്ല, പക്ഷെ ഉള്ള കഥാപാത്രമെല്ലാം ഗംഭീര പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഹാസ്യമാണെങ്കിലും ആവശ്യത്തിനുള്ള ഹാസ്യമേ ഉള്ളൂ. നമുക്കറിയാം, നമുക്ക് ചുറ്റുപാട് നടക്കുന്ന കഥ തന്നെയാണ് ഈ ശരിക്കും പറഞ്ഞാൽ ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അതാണ് എടുത്തു പറയേണ്ടത്. നമുക്ക് ചുറ്റുപാടുമുള്ള ഒരു കഥയെ ഒരു ക്യാമറ വെച്ച് ചെയ്താൽ എങ്ങനെ ഇരിക്കും, അതേ രീതിയിലാണ് ഈ ഒരു വെബ് സീരീസ് പോകുന്നത്. അപ്പം കഥയും സംവിധാനവും വിഷ്ണു ജി രാഘവാണ്. അദ്ദേഹം മനോഹരമായിട്ടാണ് ഈ ഒരു വെബ് സീരീസിനെ പ്രസന്റ് ചെയ്തത്. എനിക്ക് ആ പ്രസന്റ് ചെയ്ത രീതിയാണ് ഇഷ്ടമില്ല. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ചുറ്റുപാടുമുള്ള കഥ തന്നെയാണ്, അതിനെ ഒപ്പിയെടുത്ത് പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി ഗംഭീരം. അതുപോലെ തന്നെ അജയ് ദേവ് ഗാച്ചപ്പള്ളിയുടെ സിനിമാറ്റോഗ്രാഫി ഒരു രക്ഷയില്ല. ദുബായിലെ കാഴ്ചകളാണെങ്കിലും കേരളത്തിൽ നടക്കുന്ന കാഴ്ചകളാണെങ്കിലും മനോഹരമായിട്ട് അത് ഒപ്പിയെടുത്തിട്ടുണ്ട്. അതുപോലെ ഗോപി സുന്ദറിന്റെ മ്യൂസിക് ആണെങ്കിലും മനോഹരമായിട്ടുണ്ട്. അതായത് കറക്റ്റ് ആ ഒരു സന്ദർഭത്തിനനുസരിച്ചുള്ള പാട്ടുകളും മ്യൂസിക്കും എല്ലാം മനോഹരമായിട്ടുണ്ട്. ടോട്ടലി പറയുകയാണെങ്കിൽ വർത്ത് വാച്ചിങ് ആണ്. ആദ്യം ഒന്ന് പതുക്കെ പോകുമെങ്കിലും പിന്നീട് അങ്ങോട്ട് മനോഹരമായിട്ടാണ് എൻഡ് ചെയ്ത സീനൊക്കെ വേറൊരു രീതിയിലാണ് എൻഡ് ചെയ്തേക്കുന്നത്. ടോട്ടലി പറയുകയാണെങ്കിൽ ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒരു ചെറിയ വലിയ മനോഹരമായ വെബ് സീരീസ് ആണ്. ഇത് സ്ട്രീം ചെയ്തിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാറിലാണ്. 6 എപ്പിസോഡേ ഉള്ളൂ. കാണാത്തവർ കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ ഒന്ന് കമന്റ് ചെയ്യുക. സുഴൽ ദ വോർട്ടെക്സ് സീസൺ 2, ആ ഒരു സീസൺ 1 ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്, അത് വളരെ വലുതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സീസൺ 2ലേക്ക് വന്നതൊന്ന് കണ്ടു നോക്കാമെന്ന് പറയുന്നത്. ഈ സുഴലിന്റെ സീസൺ 2ലേക്ക് വരുവാണെങ്കിൽ നമുക്കറിയാം 1 എങ്ങനെ എൻഡ് ചെയ്തു എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അതായത് നന്ദിനി ആ വില്ലനെ കൊല്ലുന്നു. അപ്പോൾ അങ്ങനെ നന്ദിനിയുടെ ഒരു ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഫൈനൽ ട്രയൽ ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നന്ദിനിക്ക് വേണ്ടി വാദിക്കുന്നത് ചെല്ലപ്പ എന്ന് പറഞ്ഞ വക്കീലാണ്. ആ വക്കീൽ എന്ന് പറയുന്ന ആ കഥാപാത്രം കൈകാര്യം ചെയ്തിരിക്കുന്നത് നമ്മുടെ മലയാളത്തിൽ നിന്ന് ലാലാണ്. അപ്പം ലാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫൈനൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് അദ്ദേഹം തിരിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കോട്ടേജിൽ പോയിരിക്കുകയാണ്. തുടർന്ന ദിവസം അദ്ദേഹം കൊല്ലപ്പെടുന്നു. ഈ ഒരു കേസ് അന്വേഷിക്കുന്നത് നമുക്ക് ആദ്യ സീസണിലുള്ള ചക്രവർത്തി എന്ന് പറയുന്നത് കതിരിന്റെ കഥാപാത്രമാണ്. അദ്ദേഹമാണ് ഈ ഒരു കേസ് അന്വേഷിക്കുന്നത്. ശരിക്കും ഈ ഒരു കൊലപാതകമാണോ അല്ലെങ്കിൽ സൂയിസൈഡ് ആണോ എന്നുള്ളതാണ് ഈ ഒരു 8 എപ്പിസോഡിൽ പറയുന്നത്. ആ സുഴൽ സീസൺ 1 ഉണ്ടാക്കിയ ഇമ്പാക്റ്റിന്റെ അത്രത്തോളം തന്നെ സുഴൽ സീസൺ 2ലും ആ ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ കഥ തുടക്കം അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പതിയാണ് പോകും, പക്ഷെ കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതിന്റെ ഒരു രീതിയാണ് ശരിക്കും ആ സുഴൽ എന്ന് പറയുന്ന പോലെ പല ലെയറായിട്ട് ചുറ്റിപ്പിരിഞ്ഞ ഒരു രീതിയിലാണ് ഈ ഒരു കഥ മുന്നോട്ട് പോകുന്നത്. ആ പല രീതിയിൽ തന്നെ മനോഹരമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ പുഷ്കർ ഗായത്രി ഈ കഥ എങ്ങനെ എഴുതി എന്നുള്ളത് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ്. അതുപോലെ തന്നെ ഈ കഥയ്ക്ക് സന്ദർഭത്തിനനുസരിച്ചുള്ള സാം സീസിന്റെ മ്യൂസിക് എടുത്ത് പറയേണ്ട ഒരു സംവിധാനമാണ്. നമുക്കറിയാം, ഈ കഥ നടക്കുന്ന ഒരു കോസ്റ്റൽ ഏരിയയിലാണ്. സുഴൽ സീസൺ 1 നമ്മൾ കണ്ടാണ് ഒരു ഉത്സവത്തെ ബേസ് ചെയ്താണ് കഥ മുന്നോട്ട് പോകുന്നത്. ഇവിടെയും സെയിം തന്നെ ഒരു ഉത്സവത്തെ ബേസ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു ഇതിലെ സംഭവ വികാസങ്ങളും ഈ ഒരു ഫെസ്റ്റിവലും തമ്മിൽ ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന രീതി മനോഹരമായിട്ടാണ്. അതുപോലെ പല സീനും ഹൈലൈറ്റ് ആണ്. അതായത് നമ്മുടെ ഒരു ഫെസ്റ്റിവലിനെ അതുപോലെ നമ്മുടെ ഡയറ്റിയൊക്കെ കണക്ട് ചെയ്തിരിക്കുന്ന രീതിയെല്ലാം മനോഹരമായിട്ടുണ്ട്. ടോട്ടലി വർത്ത് വാച്ച് ആണ്. എസ്പെഷ്യലി അവസാനത്തെ 2 എപ്പിസോഡുകൾ ഒരു രക്ഷയില്ല, ആ ഒരു വേറെ ലെവലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും സുഴൽ
വോർട്ടെക്സ് സീസൺ 2 സ്ട്രീം ചെയ്തിരിക്കുന്ന ആമസോൺ പ്രൈമിലാണ്. 8 എപ്പിസോഡാണ് ഉള്ളത്. കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കും. അപ്പൊ നമ്മളിവിടെ പറഞ്ഞ 2 വെബ് സീരീസുകളാണ് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ, സുഴൽ ദ വോർട്ടെക്സ് സീസൺ 2. അപ്പൊ കാണാത്തവർ കാണുക. കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ കമന്റ് ചെയ്യാൻ മറക്കില്ല. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.